പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മുടെ മക്കളെ പഠനം എന്ന് പറയുന്നതാണ് എല്ലാ രക്ഷിതാക്കളുടെയും എക്കാലത്തെയും ആശങ്ക, അല്ലേ? പക്ഷെ ഇന്നിപ്പോൾ ഈ ഒരു 2025 കാലഘട്ടം ആയി നിൽക്കുമ്പോഴും അപ്പോൾ ധാരാളം ടെക്നോളജിയൊക്കെ നന്നായിട്ട് വളർന്നു. കുട്ടികൾക്ക് വിരൽത്തുമ്പിൽ അറിവുണ്ട്. എന്ത് വേണമെങ്കിലും നമുക്ക് ചാറ്റ് ജിപിയോട് ചോദിക്കാം, അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്യാം, യൂട്യൂബിൽ നോക്കാം. ഇങ്ങനെയൊക്കെയുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മുടെ മക്കൾ ജീവിക്കുന്നത്. അവരുടെ കയ്യിലാണെങ്കിൽ ഏത് സമയം ഫോണും കാര്യങ്ങളൊക്കെയാണ് ഏത് സമയം. പക്ഷെ ഇതൊക്കെയാണെങ്കിലും അവർക്ക് എന്തുകൊണ്ടാണ് ഈ പഠന പ്രശ്നങ്ങൾ? എന്തുകൊണ്ടാണ് ഇപ്പോഴും ഓരോ കുട്ടികളിലും പല കുട്ടികളിലുമുണ്ട്. പല കുട്ടികൾക്കും 10ാം ക്ലാസ്സിലൊക്കെ ജയിച്ചു പോയി എന്ന് പറഞ്ഞെങ്കിലും കുട്ടികൾക്കൊന്നും മര്യാദയ്ക്കൊന്നും എഴുതാനോ വായിക്കാനോ അറിയാത്ത കുട്ടികൾ ഒരുപാടുണ്ട്. പിന്നെ അക്ഷരങ്ങൾ ചേർത്ത് കുറേയുണ്ട്. പിന്നെ ഭയങ്കരമായിട്ട് സ്വഭാവ പ്രശ്നങ്ങളുള്ള കുട്ടികൾ അനേകമുണ്ട്. ഇരിക്കപ്പുറക്കില്ലാത്ത കുട്ടികളുണ്ട്, ക്ഷമയില്ലാത്ത കുട്ടികളുണ്ട്, ഈ ഫൈറ്റ് അങ്ങനെയുള്ള കുട്ടികളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള വൈകാരികമായ പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ ഉള്ള അക്കാദമിക്കായിട്ടുള്ള പ്രശ്നങ്ങളുമാണ് കുട്ടികൾക്ക് ഒരുപാട്. അപ്പം ഞാൻ വിചാരിക്കുകയാണ്, ഇപ്പോൾ എന്തുകൊണ്ടപ്പോൾ ഈ പ്രശ്നം? അപ്പം നമുക്ക് പരിഹരിക്കാൻ സാധിക്കുമല്ലോ. എന്നാൽ പിന്നെ ഈ പ്രശ്നം എന്താ പരിഹരിക്കാൻ പറ്റാത്തത്? അപ്പോൾ അവിടെ എന്തൊക്കെയോ സംതിങ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, പഠന പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ പഠനത്തിൻ്റെ ഗ്യാപ്പുണ്ട്, അല്ലെങ്കിൽ പഠന വൈകല്യമുണ്ട്, ഇനി എന്തോ ആട്ടെ, ഇങ്ങനൊരു പ്രശ്നം ഒരു കുട്ടിക്ക് ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നമ്മൾ രക്ഷിതാക്കളോട് പറയുകയാണെങ്കിലോ പെട്ടു. എൻ്റെ കുട്ടിക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് പറയും രക്ഷിതാക്കൾ. എൻ്റെ കുട്ടിക്ക് ഒരു പ്രശ്നവുമില്ല. നമ്മുടെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവനവൻ്റെ കുട്ടി എല്ലാം കഴിഞ്ഞ കുട്ടി, എല്ലാം തികഞ്ഞ കുട്ടി, എങ്ങനെ ഒരു മനോഭാവമാണ് നമ്മളെ രക്ഷിതാക്കൾക്ക് ഉള്ളത്. അപ്പം ഇങ്ങനെ വരുമ്പോൾ പിന്നെ നമ്മളെങ്ങനെയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് അഡ്രസ്സ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. രക്ഷിതാക്കളോട് പറയാനുള്ളത് ഇത് തന്നെയാണ്. അപ്പോൾ ഈ കുട്ടികളുടെ പഠന പ്രശ്നങ്ങളാണെങ്കിലും വൈകാരികമായ പ്രശ്നങ്ങളാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും അത് കൃത്യമായി പരിഹരിക്കാൻ, അല്ലെങ്കിൽ അത് കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അത് മറച്ചു വെച്ചുകൊണ്ടിരിക്കുക അത് മോശമാണ് അങ്ങനെ കാണാതെ അതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്താലേ നമുക്കത് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ, അല്ലേ? അപ്പോൾ ഇത് പലപ്പോഴും നമ്മുടെ രക്ഷിതാക്കൾക്ക് അതൊന്ന് കൺവിൻസ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. ഇനിയിപ്പം നമ്മളത് പറഞ്ഞു മനസ്സിലായി തന്നെ വെച്ചാലും പിന്നെ ഒരു കൗൺസിലിംഗ് സെൻറ്ററിലേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഒരു റെമഡിയേഷൻ സെൻറ്ററിലേക്ക് കൊണ്ടുവരാനോ ഒന്നും രക്ഷിതാക്കൾ തയ്യാറാവില്ല. അവർ പറയും, അത് പഠിക്കാത്ത കുട്ടികളെ പഠിപ്പിക്കുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ അത് അവിടെ സൈക്കോളജി മാനസിക പ്രശ്നങ്ങളുള്ളവർ കൊണ്ടുവരുന്ന സ്ഥലമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അവരെന്തോ ഒരു മോശപ്പെട്ട കുട്ടികളെ, അല്ലെങ്കിൽ പിന്നോക്കമുള്ള കുട്ടികളെ, കഴിവില്ലാത്ത കുട്ടികളെ ട്രെയിൻ ചെയ്യുന്ന സ്ഥലം എന്നൊക്കെ രൂപത്തിലാണ് ഇത്തരം സെൻറ്ററുകളെയൊക്കെ രക്ഷിതാക്കൾ കാണുന്നത്. അതുകൊണ്ടാണ് പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ടല്ല, അതുകൊണ്ടാണ് പല രക്ഷിതാക്കളും ഇന്നും ഇത്തരം സ്ഥാപനങ്ങളിലൊന്നും കുട്ടികളെ കൊണ്ടുപോകാത്തത്. ടീച്ചർമാരാണെങ്കിൽ തന്നെയും, ഇപ്പം ഞാനൊരു ടീച്ചറായിരുന്നു, ഇപ്പോഴുമാണ് ടീച്ചർ തന്നെയാണ്. അപ്പോൾ ഈ ടീച്ചർമാരെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും ഇങ്ങനെ ഒരു സ്ഥാപനങ്ങളെ അങ്ങനെ പ്രിഫർ ചെയ്യില്ല. കാരണം നേരിട്ട് തന്നെ പല ടീച്ചർമാരും എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, അപ്പം ഞങ്ങളിങ്ങനെ പഠിക്കാത്തൊരു കുട്ടീനെ നിങ്ങളെ സ്ഥാപനത്തിൽ വന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ മോശക്കാരായില്ലേ ടീച്ചറെ, അപ്പോൾ പിന്നെ ഞങ്ങളെങ്ങനെ രക്ഷിതാക്കളോട് പറയും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും
നമ്മളെപ്പോലെ ഇത്തരത്തിൽ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന അധ്യാപകരെ സപ്പോർട്ട് ചെയ്യുന്ന ട്രെയിനേഴ്സ് അഥവാ റെമഡിയേറ്റേഴ്സ് അഥവാ സൈക്കോളജിസ്റ്റുകൾ ഇവരുടെ എല്ലാവരുടെയും കൂടി ഒരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മളൊരു കുട്ടിയുടെ വിദ്യാഭ്യാസമൊക്കെ മുന്നോട്ട് പോകാനാവുള്ളൂ. അത് അധ്യാപകർക്ക് മാത്രം ചെയ്യാവുന്ന ഒരു സംഭവമാണ്. അധ്യാപകർ മാത്രമേ അതിൽ ഉൾക്കൊള്ളാൻ പാടുള്ളൂ എന്നുള്ളൊരു സമീപനം ഉണ്ടാവരുത്. അങ്ങനെ ഒരു മാനസികമായ അവസ്ഥ അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നാണെങ്കിലും കുട്ടികളെ നോക്കാൻ കുട്ടികൾ സ്കൂളിൽ പോയി പഠിച്ചാൽ മതി, വേറൊന്നും കുട്ടിക്ക് ചെയ്യണ്ട, വേറെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതൊക്കെ അവിടെ കിടന്നോട്ടെ എന്നുള്ള ആ മനോഭാവവും രക്ഷിതാക്കളും വേണം. അങ്ങനെ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് കുട്ടിയുടെ അക്കാദമിക്കായ കാര്യങ്ങളാണെങ്കിലും വൈകാരികമായ കാര്യങ്ങളാണെങ്കിലും എല്ലാം ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇത് ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലത്.